ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സൺഡേ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് റേഷൻ അരി കൊണ്ട് ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്കിത് ബസ്മതി റൈസിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ അങ്ങനെ പീസായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പും കൂടി, ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ ചിക്കനിൽ മസാല എല്ലാം തേച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ. എന്നാലേ ഈ മസാല എല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാലകൾ ഈ നേരം കൊണ്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാനിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പാനിലാണ് നമുക്ക് ചിക്കൻ ഉള്ളതും റെഡിയാക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു തക്കോലം ഇടുന്നുണ്ട്, 2 ഗ്രാമ്പു, ഇത് 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 ഏലക്ക, കുറച്ച് കുരുമുളകും കൂടി ഇടാം. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-6 ചുവന്നുള്ളിയും കൂടി ഇടുന്നുണ്ട്. ഇതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി നന്നായി വാടി വരുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി വഴണ്ടി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം ഇതെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി റെഡി ആവും. ഇനി ഇതൊന്ന് ഞാൻ തീ ഓഫ് ചെയ്യണം. ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള സവാളയും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഈ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പിന് പകരം കപ്പലണ്ടി ഇടാം. അതുപോലെ തന്നെ കടലപ്പരിപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ഇടാം കേട്ടോ. അതും ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഇതിന് മാറ്റാണ്. നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് സവാളയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ അവസാനം ചോറും കൂടിയിട്ട് ഞാൻ ഈ പാത്രത്തിലാണ് ഇട്ടിടുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും വലിയ പാത്രം എടുത്തിട്ടുള്ളത്.
ഇപ്പം ഞാൻ സവാള വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള ഗ്രേവി റെഡിയാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 3 സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാള വഴറ്റാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വരുന്ന നേരം കൊണ്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മസാല ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം സവാള നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണും കൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മസാല എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അരച്ചു വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം തന്നെ ആ മസാലയുടെ നല്ല മണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഇതുപോലെ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മൂടി വയ്ക്കാണ്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് നാളികേരം പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ നല്ലപോലെ നാളികേരപ്പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ചിക്കൻ നന്നായി വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ 1-2 തവണ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനുണ്ടോ എന്ന് നോക്കുക. പോരാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചിക്കൻ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഈ ചിക്കനിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചോറ് ഞാൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ്. നമ്മൾ റേഷൻ അരി കൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചോറ് ഇതിലേക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാട്ടോ ചോറ്. ഇപ്പം ഞാൻ ചിക്കനിലേക്ക് ചോറൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ.
അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ടൊന്ന് ഇതൊന്ന് ചോറ് റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ റേഷനരി കൊണ്ട് ഒരു സൂപ്പർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.